കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ഞാനവിടെ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ആ പഴയ ബസ് ആ ബാത്റൂമായ കാരണം അതിൻ്റെ ഫ്രണ്ട് ഡോറിന് കടലിലേക്ക് ഹൈറ്റ് കുറവാണ്. ശ്രദ്ധിച്ചില്ല, തല അങ്ങ് ഇടിച്ചിട്ട് ഇവിടെ അങ്ങ് ഇടിച്ചങ്ങ് വലിഞ്ഞു. കാരണം എൻ്റെ തല ഒത്തിരി തട്ടിയിട്ടൊക്കെ ഉള്ളതാണ്, പക്ഷേ അതുപോലെ ഇടിച്ചിട്ടില്ല. ഇടിച്ചങ്ങ് വലിഞ്ഞിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കുഴിഞ്ഞങ്ങ് പോയി. ഇവിടെ വി ഷേപ്പായി പോയി. പെട്ടെന്ന് എൻ്റെ കൈയുടെ ഇവിടെ എല്ലാം ഇങ്ങനെ ഞരമ്പുകളെല്ലാം കൂടെ ഭയങ്കര വേദന. കൈക്കകത്തുള്ള ഞരമ്പ്, പെടലിൽ നിന്ന് താഴെ വരെയുള്ള ഞരമ്പ്, എൻ്റെ ബോധം പോകുന്നൊരവസ്ഥയിൽ ഒന്നും ചിന്തിക്കാനൊന്നും പറ്റുന്നില്ല. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, മാതാവേ കാത്തോളണേ, വീട്ടിലെത്തോളം കൃപ പറഞ്ഞ മാതാവെ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് അങ്ങനെ ബൈക്കിൽ കയറി വീട്ടിൽ ചെന്നു നേരെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഓട്ടറുണ്ട്. അവിടെ ഞാനിങ്ങനെ 2-3 നാക്ക് എടുത്ത് വർത്താനം പറയാൻ പറ്റില്ല, അതുപോലെ തളർന്നുപോയി. പ്രാർത്ഥന വിശ്വാസ പ്രമാണം പോലും ചൊല്ലാൻ പറ്റത്തില്ല. പകുതി മനസ്സിലും പകുതി സംസാരമായിട്ട് ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചു. മാതാവേ, ഞാൻ ഇത്രയും കാലം ചെയ്ത ഉടമ്പടി അമ്മേ മാനിക്കണമെന്ന് പറഞ്ഞു. കർത്താവേ, ഞാൻ നിന്നെ വിശ്വസിച്ചാണ് ഈ ഉടമ്പടിയിൽ നിൽക്കുന്നത്. നീ ആഗ്രഹിക്കുന്നത് എനിക്ക് നാളെ ആയുസ് തരണം, നാളെ നേരം വിളിക്കുമ്പം എനിക്ക് ജീവൻ തരണമെന്ന് പറഞ്ഞു. കാരണം ചില സമയത്ത് നമുക്കറിയാം നമ്മുടെ ലാസ്റ്റ് മൊമെൻറ്റ് ആ ഒരു സിറ്റുവേഷനാണ്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു. കട്ടിലേക്ക് കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ എൻ്റെ മുഖം കർത്താവിൻ്റെ മുഖത്തിലേക്ക് കാണുന്ന രീതിയിലാണ് ഞാൻ കിടന്ന് പുതപ്പ് മൂടി. പെട്ടെന്ന് തന്നെ എന്നോട് ആരെ പറയുന്നു, ആ പുതപ്പ് ഉയർത്താൻ, പുതപ്പ് മാറ്റാൻ പറയുന്നു. അപ്പോൾ എനിക്ക് പുതപ്പ് മാറ്റാൻ കഴിയില്ല. ആ സെക്കൻഡിൽ തന്നെ പുതപ്പ് ഇങ്ങനെ സെൻറ്ററിൽ പിടിച്ച്, ഈ നെറ്റ് സെൻറ്ററിൽ പിടിച്ച് ഇങ്ങനെ ഉയർത്തുന്ന എങ്ങനെയാണോ അതുപോലെ പെട്ടെന്നങ്ങ് ഉയർത്തിയപ്പോഴത്തേക്കും പവർഫുള്ളായിട്ട് കർത്താവിൻ്റെ മുഖം കാണുക. അപ്പം ഇനി ഞാൻ അവിടെ സ്തുതിക്കുന്നു. ഉറക്കത്തിലാണോ അൺകോൺഷ്യസ് ആണോ അറിയില്ല, ഞാൻ സ്തുതിക്കുകയാണ്. ഞാൻ സ്തുതിച്ചുകൊണ്ട് പറയാൻ എനിക്ക് ഒന്നുകൂടെ കാണാൻ പറഞ്ഞപ്പം അതുപോലെ തന്നെ വലിയ കർത്താവിൻ്റെ നല്ല പവർഫുള്ളായിട്ടുള്ള നമ്മുടെ കുരിശ് കിടന്ന കർത്താവിൻ്റെ മുഖം എനിക്ക് കാണാനിടയായി. ഡയറക്റ്റ് കർത്താവ് വന്ന് എന്നെ സുഖപ്പെടുത്തി. രാവിലെ എണീറ്റപ്പം ഇവിടെ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഈ മുഴ ഇവിടെ പൊങ്ങി വരും. കറക്കറ സൗണ്ട്. ഞാൻ ഒന്നേ തൊട്ടുള്ളൂ, ഇവിടെ പൊങ്ങി വരുമായിരുന്നു. ഇവിടെ ഇപ്പോഴും വെട്ടുകിടപ്പുണ്ട്. രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പം ആ മുഴ അവിടെ ഇല്ല. അതിൽ നിന്ന് തന്നെ അത്ഭുതകരമായിട്ട് കർത്താവ് യേശുക്രിസ്തു വന്ന് എന്നെ രക്ഷിച്ചു.